സുഹൃത്തുക്കളെ, കോഴിക്കോട് ഇന്ന് രാവിലെ ആരംഭിച്ച് ഇനി 2 ദിവസം കൂടെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സാഹിത്യം, കല, സംഗീതമെല്ലാം ചേർന്ന ഒരു മഹോത്സവത്തിൻ്റെ ആദ്യ സായാഹ്നത്തിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കോഴിക്കോട്ടെ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് പബ്ലിക്കേഷൻ്റെ മുൻകൈയിൽ വിവിധ സാംസ്കാരിക സംഘടനകളും സർക്കാർ ഏജൻസികളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും കൂടെ ചേർന്നാണ് ഇൻസൈറ്റ് പബ്ലിക്കേഷൻ്റെ ഈ മഹോത്സവത്തിന്, കഫേ എന്ന പേരിലുള്ള ഈ മഹോത്സവത്തിന് പിന്തുണ നൽകുന്നത്. കോഴിക്കോട്ടെ സഹൃദരായിട്ടുള്ള എല്ലാവരും സ്വാഭാവികമായിട്ടും ഈ കലാസാഹിത്യ വിരുന്ന് ആസ്വദിക്കാനായി ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ പല വേദികളിൽ ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മുടെ ടൗൺ ഹാളിനോട് ചേർന്ന ട്രെയിനിങ് കോളേജിലാണ് സാഹിത്യ സംവാദങ്ങളും നാടകോത്സവവും നടക്കുന്നത്. ഈ 3 ദിവസവും സായാഹ്നങ്ങളിൽ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും അതിപ്രഗത്ഭരായ മഹാപ്രതിഭകൾ ഒരുക്കുന്ന കലാപരിപാടികളാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ഇന്ന് വിവരമറിഞ്ഞവരാണ് ഇവിടെ എത്തിച്ചേർന്നത്. നിശ്ചയമായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്ന് നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഈ കലാവിരുന്നിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളെല്ലാം അറിയിക്കുകയും അവർക്കും എല്ലാ സായാഹ്നങ്ങളിലും കലാവിരുന്ന് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്ന സംഗീത പരിപാടി രാജസ്ഥാനിൽ നിന്നുള്ള കലാകാരന്മാരാണ് അത് അവതരിപ്പിക്കുന്നത്. ഥാർ മരുഭൂമിയിലെ വർണ്ണങ്ങൾ എന്നതിൻ്റെ രംഗ്-E-THAR എന്ന പേരിലാണ് ഈ പ്രോഗ്രാം അവർ ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ളതാണെന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാനാവും. ഇതിൻ്റെ തൊട്ടു പിന്നാലെ റഷ്യയിൽ നിന്നുള്ള കലാകാരികൾ അവതരിപ്പിക്കുന്ന നൃത്തം, സംഗീതവും എല്ലാം ചേർന്ന കലാവിരുന്നും തുടർന്നുണ്ടാകും. എല്ലാം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രാവേറെ ചെല്ലും വരെ ആവോളം ആസ്വദിക്കാനുള്ള അവസരമാണിവിടെ ഒരുങ്ങുന്നത്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇൻസൈറ്റ് പബ്ലിക്കേഷൻ്റെ നേതൃത്വത്തിൽ ഈ കഫേ പ്രോഗ്രാമിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കോഴിക്കോട് നഗരിയിലെ കലാസ്വാദകർക്ക് നമസ്കാരം. കഫേ 2023 എന്ന ഈ കലാ ആഘോഷത്തിൻ്റെ പ്രഥമ രാത്രിയായ ഇന്ന് കേരളത്തിന് വളരെ അസുലഭമായി മാത്രം ലഭിക്കുന്ന ഒരു സംഗീത വിരുന്നാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ സംഗീത വിരുന്നിനെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. RANG-E-THAR എന്നാണ് ഈ വിരുന്നിന്, ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഥാർ മരുഭൂമിയുടെ വർണ്ണങ്ങൾ. ആ വർണ്ണങ്ങൾ രാഗങ്ങളിലൂടെ, നാദത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ് സാസ് എന്നുള്ള ഈ സംഘം. സാസ് എന്നുള്ള സംഘം ഒരർത്ഥത്തിൽ സാദിഖ് ഖാൻ, ആസിൻ ഖാൻ, ജഹീർ ഖാൻ എന്ന 3 സംഗീതജ്ഞരുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് സാസ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ പേര് വരുന്നത്. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ സാസ് എന്നാൽ ഹിന്ദുസ്ഥാനിയിൽ ശ്വാസം എന്ന അർത്ഥം കൂടിയുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ സംഗീതത്തെ ശ്വാസമാക്കിയവരാണ്. നൂറ്റാണ്ടുകളായി സംഗീതം ഉപജീവനമാർഗമാക്കുകയും സംഗീതത്തെ ജീവിതത്തിൻ്റെ അനുഭവവും ജീവിതത്തിൻ്റെ ആവിഷ്കാരവുമാക്കി മാറ്റിയിട്ടുള്ളവരാണ്. അവരെക്കുറിച്ച് ചെറിയൊരു വാക്ക് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ആസിൻ ഖാൻ, ജഹീർ ഖാൻ, സാദിഖ് ഖാൻ എന്നുള്ള ഈ ത്രിമൂർത്തികൾ ലാങ്ക കമ്മ്യൂണിറ്റി, ലാങ്ക സമുദായത്തിൻ്റെ അംഗങ്ങളാണ്. അവർ
പരമ്പരാഗതമായി തന്നെ സംഗീതജ്ഞരുടെ ഒരു സമുദായമാണ്. ബർണാവ ജഗീർ എന്ന രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവരുടെ ആവാസം. ഏതാണ്ട് 600 വർഷത്തോളം പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഈ കമ്മ്യൂണിറ്റി ഒരുപക്ഷെ രാജസ്ഥാനിൻ്റെയും മാർവാഡ ഡിസ്ട്രിക്റ്റിൻ്റെയും ഒക്കെ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെ ഉള്ളിൽ ആവഹിക്കുന്നവർ കൂടിയാണ്. കാരണം ഇവർ സിന്ധി സിപ്പാഹി എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമികരായിരുന്ന രജപുത്ര വംശജരുടെ പാട്ടുകാരായിരുന്നു. പണ്ട് മുതലേ നിന്നിരുന്നൊരു സൂത പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന വണ്ണം മുൻപെങ്ങോ 300 400 അതിനോ മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു വിശ്വാസത്തിൽ നിന്നും ഇസ്ലാം വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും എന്നാൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സൂഫി മിസ്റ്റിക് സംഗീതത്തിൻ്റെ, മിസ്റ്റിക് തത്വചിന്തയുടെ, മിസ്റ്റിക് അനുഭവത്തിൻ്റെ ഗാനങ്ങളാണ് ഇവർ ഇത്രയും കാലം പാടുന്നത്. കൂടെ ഒപ്പം പറയേണ്ട ഒരു കാര്യം എന്നത് അന്താരാഷ്ട്ര പ്രശസ്തിയായിട്ടും വലിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടും അനേകം പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരുമായി ചേർന്നുകൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടും ഇവർ സ്വന്തം ഗ്രാമം വിട്ടു പോകാൻ തയ്യാറാകാത്തവരാണ്. ഇന്നും സ്വന്തം ഗ്രാമത്തിൽ തന്നെ തുടർന്ന് ജീവിക്കുകയും അവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗീതം തുടരുകയും ഈ സംഗീതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വാചക സംഗീതവും അതോടൊപ്പം തന്നെ അവരുടെ ഉപകരണ സംഗീതവും പുതിയ ചെറുപ്പക്കാരെ ആ ഗ്രാമത്തിൽ തന്നെ വെച്ച് പഠിപ്പിക്കുകയും ശിക്ഷണം നൽകുകയും ചെയ്യുന്നൊരു പാരമ്പര്യമായിട്ട് അവർ തുടരുന്നു. വളരെ ശ്രദ്ധേയമായൊരു കാര്യമായിട്ട് ഇതിനെ നാം പരിഗണിക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള മാർക്കറ്റിങ്ങും വലിയ രീതിയിലുള്ള ഏർബൻ അല്ലെങ്കിൽ നാഗരികമായ പട്ടണത്തിൻ്റേതായ വലിയ അക്രമങ്ങൾ നടക്കുമ്പോഴും ഗ്രാമത്തിൻ്റെ ഈ ഒരു സ്വഭാവത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാസ് എന്ന ശ്വാസം എന്ന് പറയാവുന്ന സംഗീതത്തെ ശ്വാസമാക്കിയ ഈ സംഘത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ആദ്യം ശ്രീ സാദിഖ് ഖാൻ. അടുത്തത് ശ്രീ സക്കീർ ഖാൻ. ഏറ്റവും പ്രധാനമായി ശ്രീ ആസിൻ ഖാൻ. ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. മുൻപ് ഒരു മാസത്തിന് മുൻപ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ബിസ്മില്ല ഖാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവരുടെ എല്ലാവരുടെയും അവതരണങ്ങൾ ഉണ്ടായപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇവരുടെ സംഗീതം കേൾക്കുന്നത്. അന്ന് സത്യം പറയുകയാണെങ്കിൽ ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും നമസ്കരിച്ചതാണ്. അന്ന് തീരുമാനിച്ചു ഇത് കോഴിക്കോടുള്ളവർക്ക് കേൾക്കാനൊരു അവസരം ഉണ്ടാക്കേണ്ടതാണ് എന്നത്. മുൻപ് കൊച്ചി ബിനാലയിൽ 2017 ഒരു ചെറിയ സംഗീത കച്ചേരി അസിൻ ഖാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ സാസ് എന്ന ഈ സംഘത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പൊതു സംഗീത പരിപാടിയാണിത്. നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇവർക്ക് വലിയ ലെറ്റ് us give them a big hand. ഇവരോടൊപ്പം ഇവരെ നയിക്കുകയും സഹായിക്കുകയും ഇവരുടെ മാനേജറായി ഇവരോടൊപ്പം തന്നെ പ്രശസ്തനായ ഒരാളുണ്ട്, ദിവ്യ ഭാട്ടിയ എന്ന. അദ്ദേഹം ഒരു തിയേറ്റർ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം പൃഥ്വി തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആക്ടറാണ്. അദ്ദേഹത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ പരിചയപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇദ്ദേഹം ആരാന്ന് മനസ്സിലാവും. പക്ഷേ
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവേശമായി അവരെ ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തിയ ദിവ്യഭാട്ടികയും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. Thank you, sir. Yes, okay. My Malayalam is non-existent, so you will excuse me if I don't speak in Malayalam, but I speak in English. हिंदी भी चलेगा, पर मैं तो फिर हिंदी इंग्लिश मिक्स करके बोलता हूँ. बहुत बहुत प्रसन्नता हमें. वी आर वेरी वेरी हैप्पी टू बी हियर. जैसे सर ने कहा, ये साज का पहला मात्र परफॉर्मेंस है केरला में फॉर अ पब्लिक लाइक यू. सो वी फील वेरी प्रिविलेज्ड and I hope you really enjoy the evening. I want to tell you a little bit about the community. Sir has already said a couple of things. They come from a region, like Sir said, called Marwar, which is in the heart of the desert, of Thar desert. But what they sing is not just about their community or about their patrons. Their patrons, like Sir said, are the Sindhi Sipahi. They were nobility, Muslim nobility. The Maharaja had both Muslim nobility and Hindu nobility in his armies. And the Hindu nobility had their musicians and the Muslim nobility had their musicians, which were the Langas. But both the Langa and the Manganyar, being Muslims, still sang the music and the poetry of all parts of Rajasthan. There's nothing uniquely Islamic about either of those two communities, and like Sir pointed out, it's because they're converted, but their respect and their gratitude was always to the ruler, who more often than not was a Hindu king. So it's a very syncretic relationship that these artists have with their traditions, their music, and they sing the history or the poetry of the region. Yes, they have their own Sufi touch, which they will come up with towards the end of the program. Sir used a very nice word, mystic. And that mystic is not an easy thing, because it calls for a particular connection between us and our universe. And the music is a mechanism, it's a channel, a zariya to get that connection. So Sufi is not a type of music. For those of you who don't know, the word Sufi comes from the word suf. Suf meaning a coarse cloth. Thank you. Thank you for putting some light on the audience. So it's the word Sufi. So traditionally, when they wanted to spread the word of Islam, they were looking for people who did not need too many comforts. And they found the person who was the Suf, who sang about his direct connection between himself and the Almighty, was the perfect person. But that perfect person was free, was independent thinking. So the Sufi tradition happens to be a particular, almost an aberration of Islam. Whether we hear Qawwali, whether we think of Nizamuddin Aulia, where we think of the Ajmer Sharif, where we think of the Warisi brothers or other Qawwals, or even the Langa singers, they are in some ways not quite the mainstream of Islam. So they have given far more credit to their poetry and their art than to organized religion. But having said that, too much talk. We are here not to listen to me, but to these wonderful artists. The first song they are going to play for you is a song called Soni Ghar. Soni Ghar is an original song written by these artists, composed by them. And it tells the story of a woman who's upset that her man has come home so late. And he makes excuses. I was buying some jewelry for you. Or I was buying some clothes for you. And she doesn't quite believe him. But that's the first song you'll hear, called Soni Ghar. The second song is completely different, but almost in a similar vein. The second song is almost 100 years old. It's called Lal Vardi. Lal meaning red, Vardi meaning uniform. And basically the woman is telling the man, if you want to come to my bed, you have to get rid of that red uniform that you're wearing. You have to understand, being a desert state, the men used to leave for work, to find work. And many of them joined the British Army.
And when they were in the British Army, they had to wear red clothes. So the woman is telling the man that if you want to come to me and to my home and to my bed, you please get rid of those clothes first. That English fashion is not to my taste. This actually was protest. It was rebellion. But it was rebellion in the traditional Rajasthani language, always came out of the mouth of the woman, never from the man. So, without further ado, first Sonighar and then Lal Vardi. Ladies and gentlemen, this is Saz. Thank you. सजनिया पी समझियो रे मेरा भी गुड़ की जाज हिया गुड़ की जाज अबिका पारी उतारी दी बोरी पकिड़ोरी लाजी रे अबिका पारी उतारी दे मोरी पकिड़ोरी ला जी रे
तेरी राम लावती जी जोरे जोड़ू हरि लागी मोनोरा तो ये था सोनीगल। नेक्स्ट जो सॉन्ग है वो लाल बर्दी पैरों नहीं बना अंग्रेजी फैशन छोड़ो नहीं। लाली बड़दी पैरों नी बना रे अंग्रेजी फैशन छोड़ो नी बना। ओ लाली बड़दी पैरों नी बना रे अंग्रेजी फैशन छोड़ो नी बना। हरी राणा बनना रे सो के जिगरा रे हरी लाल बड़दी पैरों नी बना। हरी राणा बनना रे सो के जिगरा रे हरी लाल बड़दी पैरों नी बना। मरे रे बने सानो मोड़ी रे रुकोट सा। मरे रे बने सानो मोड़ी रे रुकोट करी मुलुड़े री रूपर नाची रहनो मोरे। मुलुड़े री रूपर नाची रहनो मोरे लाल बड़दी पैरों नी बना। ओ लाल बड़दी पैरों नी बना रे अंग्रेजी फैशन छोड़ो नी बना। हरी राणा बनना सो के जिगरा हरे लाल बड़दी पैरों नी बना। हरी राणा बनना रे सो के जिगरा रे
बढ़दी पैरों ने बना हरियाणा बनड़ा रे सो कील जिगड़ा रे हरी लाल बढ़दी पैरों ने बना बढ़दी